അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ്റെ ക്യാൻറ്റീൻ കാർഡ് SDPIയുടെ നേതാവ് ഉപയോഗിക്കുന്നു. അത് കണ്ടെത്തുന്നു. കൂടുതൽ പോലീസുകാർ കൂടി നിരീക്ഷണത്തിലാകുന്നു. അത് മാത്രമല്ല, ഈ പോലീസുകാരെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതായത് പച്ചവെളിച്ചം ഇപ്പോഴും സജീവമാണ് കേരള പോലീസിൽ, അല്ലേ? അത് എന്തായാലും അതൊരു കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പാര തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അത് തന്നെയല്ല, അത് SDPI പ്രവർത്തകർ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മറ്റവരുമായിട്ട് പങ്കുവെക്കുക, അവരെ കൊണ്ട് ആ പങ്കുവെക്കുന്ന അവർ തന്നെ നേരിട്ട് അത് വാങ്ങുക, അതൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് വിഭാഗക്കാരും ഏത് മതവിഭാഗം ശരി, അയാൾക്ക് കൊടുത്തിരിക്കുന്ന കാർഡ് അയാൾക്ക് ഫാമിലിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അത് അയാളുടെ സഹോദരങ്ങൾക്ക് പോലും പറ്റില്ല, അയാളുടെ പേരൻസിന് പോലും പറ്റില്ല. അത് ഡിപ്പാർട്ട്മെന്റ് ഡിസിപ്ലിൻഡ് ഫോഴ്സ് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഒരാൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലും മതി, അയാളൊക്കെ സർവീസിൽ നിന്ന് കളയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കെതിരായിട്ടും അയാൾ ആ രീതിയിലുള്ള ഒരു അന്വേഷണം ഇന്റലിജൻസിൽ നടത്തിയേ പറ്റുള്ളൂ ഇനി. കാരണം എത്ര പേര് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രാജ്യദ്രോഹപരമായ കുറ്റമല്ലേ, കേസെടുക്കേണ്ടി വരത്തില്ലേ പോലീസുകാരുടെ പേരിൽ? അവരെങ്ങനെയാണ് ഷെയർ ചെയ്ത് പണം കൊടുക്കുന്ന പോലെ തന്നെയല്ലേ ഒരു സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ആനുകൂല്യങ്ങൾ മറ്റവരും കൈപ്പറ്റുകയല്ലേ? അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാർ ശക്തമായ നടപടി ഈ കാര്യത്തിൽ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ ജോർജ് ജോസഫ്, വളരെ കൃത്യമായി പരിശോധനയ്ക്ക് സദാനേരവും വിധേയമാകേണ്ട ഒരു സംവിധാനമാണ് പോലീസ്. അവിടെയാണ് ഇങ്ങനെ പലത് സംഭവിക്കുന്നത്. എന്താണ് പോലീസിൽ സംഭവിക്കുന്നത്? ഡിസിപ്ലിൻ ഇല്ല എന്നല്ലേ പറയാനൊക്കുള്ളൂ. പോലീസ് ഫോഴ്സും നമ്മുടെ മിലിറ്ററി ഫോഴ്സും പാരാമിലിറ്ററി ഫോഴ്സും എല്ലാം ഇവിടൊക്കെ നമുക്ക് അത് അനുകൂലമായ ചില രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാം, ബന്ധുക്കളുണ്ട്. ആർക്കും വേറൊരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഡിപ്പാർട്ട്മെന്റ് അറിയാതെ. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു രാജ്യദ്രോഹകരമായ പ്രവൃത്തിയാണ്. അതിന്റെ സീരിയസ്നെസ് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നില്ല. ഡിപ്പാർട്ട്മെന്റില് ആ ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുന്ന ചില ബെനിഫിറ്റുകൾ അവരെ സർവീസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റാണ്. അത് വേറൊരു SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകളിലുള്ള ആൾക്കാർ ആരും ആയിക്കോട്ടെ, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഫോഴ്സിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് കൃത്യമാണ്. മറ്റൊന്ന്, ഈ പെരുമ്പാവൂർ ASPയുടെ പേരിൽ വ്യാജ ഇമെയിൽ സൃഷ്ടിച്ച സംഭവത്തിൽ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതൊന്നും. അത് ഒത്തിരി സംഭവങ്ങളായി കഴിഞ്ഞു ഇപ്പം. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും ഒരു ചെറിയ ഒരു സഹായം പോലും അങ്ങനെ ആർക്കും ചെയ്യാൻ പാടില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പണം ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ്. അത് മറ്റ് തീവ്രവാദ സംഘടനകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ആരെങ്കിലും അത് ഏത് മതസംഘടനയായാലോ അത് ഷെയർ ചെയ്യുക, അതിന്റെ ബെനിഫിറ്റ് അവർ പറ്റുക, അതൊരിക്കലും ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിൽ നമ്മുടെ ഏത് ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആയാലും ശരി, പട്ടാളമായാലും ശരി, ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും കർശനമായ നടപടി എടുക്കട്ടെ. ഇതേ രീതിയിലുള്ള ആൾക്കാർ ഇനി അങ്ങനെ അത് മുഴുവൻ പരിശോധിക്കട്ടെ. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന എൻജോയ്മെന്റ് പ്രൊവിഷനായിട്ട് അതുമായിട്ടൊക്കെ കൊടുക്കുന്നവര് കൃത്യമായിട്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം. എല്ലാ രംഗത്തും ഇതുപോലെ പ്രൊവിഷനായാലും ശരി, പല ആനുകൂല്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് സൊസൈറ്റി ആയിട്ട് നടത്തുന്നുണ്ട്. അവിടുന്നൊക്കെ ഇവർ കൈപ്പറ്റുന്നു. അതൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം.